بسم الله الرحمن الرحيم وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين ذلكم بأنكم اتخذتم آيات الله هزوا وغرتكم الحياة الدنيا فاليوم لا يخرجون منها ولا هم يستعتبون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين محمد صلى الله عليه وسلم وآله وصحبه أجمعين. ഏറെ പ്രിയമുള്ള സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സൂറത്തുൽ ജാസിയയിലെ 34-35 സൂക്തങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. 34-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നത് വഖീല പറയപ്പെടും, അൽയൗമ ഇന്ന്, നൻസാക്കും നാം നിങ്ങളെ മറന്നു കളയുന്നു, കമാ നസീത്തും നിങ്ങൾ മറന്നതുപോലെ, ലിഖാ കണ്ടുമുട്ടുന്നതിന്, യൗമിക്കും നിങ്ങളുടെ ഈ ദിവസത്തിൽ, ഹാദാ ഈ ദിവസത്തിൽ, വമഅ്വാക്കും നിങ്ങളുടെ അഭയസ്ഥാനം വാസസ്ഥലം, അന്നാർ നരകമാണ്, വമാലക്കും നിങ്ങൾക്കില്ല, മിൻ നാസിരീൻ സഹായികളായിട്ട് ആരും. 35-ാമത്തെ സൂക്തം ദാലിക്കും അതിന് കാരണം, ബി അന്നക്കും നിശ്ചയം നിങ്ങൾ, ഇത്തഹത്തും സ്വീകരിച്ചു, ആയാത്തില്ല അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ആയത്തുകളെ, ഹുസുവ പരിഹാസ്യമാക്കിയിട്ട്, വഗറത്തുക്കും നിങ്ങളെ ചതിക്കുകയും ചെയ്തു, അൽ ഹയാത്തു ദുനിയാ ഇഹലോക ജീവിതം, ഫല്യവും ഇന്ന്, ലാ യഖ്റുജൂന പുറത്തു വരികയില്ല, മിൻഹ അതിൽ നിന്ന്, ആ നരകത്തിൽ നിന്ന്, വലാഹും അവരല്ല, യുസ്തഅ്തബൂൻ പശ്ചാത്തപിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടുന്നവരുമല്ല. ധിക്കാരികൾക്ക് ശിക്ഷ ലഭിക്കുമ്പോൾ അവർ മറ്റൊരവസരം ചോദിക്കുമെന്ന് ഖുർആൻ വിവിധ ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. സൂറത്തുൽ മുഅ്മിനൂനിൽ അള്ളാഹു പറഞ്ഞു, ഹത്താ ഇദാ ജാ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ അവരിലേക്ക് മരണം വന്നാൽ അവർ പറയും, റബ്ബേ എന്നെ മടക്കി അയക്കണമേ എന്ന്. സൂറത്തുൽ മുഅ്മിനൂനിലെ 100-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞത്, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു ഞാൻ വിട്ടേച്ചു പോന്ന ആ ദുനിയാവിൽ കുറേയേറെ നന്മകൾ ഞാൻ ചെയ്യാം. കല്ലാ വേണ്ട, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹ ഇതവൻ പറയുന്ന വാക്ക് മാത്രമാണ്. വമിൻ വറാഹിം ബർസഖുൻ അവരുടെ പിന്നിലൊരു മറയുണ്ട്, ഇലാ യൗമി യുബ്അസൂൻ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് വരേക്കും. കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ മിൻ ഗമ്മിൻ വേദനയാൽ ശിക്ഷയാൽ അവിടെ നിന്നും പുറത്തു വരാൻ, നരകത്തിൽ നിന്നും പുറത്തു കടക്കാൻ അവർ ശ്രമിക്കുമ്പോഴെല്ലാം, ഒയ്ദു ഫീഹ അതിലേക്ക് തന്നെ അവർ മടക്കപ്പെടും. വദൂഖു അവരോട് പറയപ്പെടും, നിങ്ങൾ അനുഭവിക്കുക, അദാബൽ ഹരീഖ് കരിച്ചു കളയുന്ന ശിക്ഷ എന്ന്. വ അമ്മല്ലദീന ഫസഖു എന്നാൽ അധർമ്മത്തിൽ ചലിച്ചവർ, ഫമഅ്വാഹുമുന്നാർ അവരുടെ സങ്കേതം നരകമാണ്. കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹ അതിൽ നിന്നും പുറത്തേക്ക് വരാൻ അവർ ഉദ്ദേശിക്കുമ്പോഴെല്ലാം, ഒയ്ദു ഫീഹ അവരതിലേക്ക് തന്നെ മടക്കപ്പെടും. വഖീല ലഹും അവരോട് പറയപ്പെടും, ദൂഖു അദാബന്നാരില്ലദീ കുൻതും ബിഹി തുകദ്ദിബൂൻ ഏതൊന്നിനെയാണോ, ഏതൊരു നരക ശിക്ഷയെയാണോ നിങ്ങൾ കളവാക്കിയത്, അത് നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക, ആസ്വദിച്ചു കൊള്ളുക എന്ന്. എന്തുകൊണ്ട് അവർ ശിക്ഷയിലേക്ക് എടുത്തെറിയപ്പെടുന്നു എന്നാണ് 34-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നത്. കമാ നസീതും ലിഖാ യൗമിക്കും ഹാദാ ഈ ദിവസത്തിൽ അള്ളാഹുവെ കണ്ടുമുട്ടണമെന്ന്, ഈ ദിവസത്തെ അഭിമുഖീകരിക്കണമെന്ന്, രക്ഷാശിക്ഷകളുടെ വിചാരണ നേരിടണമെന്ന് നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങളത് മറന്നു. അള്ളാഹുവെ മറന്നു, അന്ത്യനാളിനെ മറന്നു. അള്ളാഹുവെ മറന്ന നിങ്ങളെ അള്ളാഹു പിന്നെ എന്തിന് ഓർക്കണം? എല്ലാ ദിവസവും അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തിരുന്ന 2 അധ്യായങ്ങൾ സൂറത്തുൽ മുൽക്കും സൂറത്തു സജദയുമാണ്. സജദയിൽ അള്ളാഹു പറയുന്നുണ്ട്, ഫദൂഖൂ ബിമാ നസീത്തും ലിഖാ യൗമിക്കും ഹാദാ ഇന്നാ നസീനാക്കും ഈ ദിവസത്തെ കണ്ടുമുട്ടുമെന്ന് നിങ്ങൾ
മറന്നതിനാൽ നിങ്ങൾ ഈ ശിക്ഷ അനുഭവിച്ചു കൊള്ളുക. ഇന്നാ നസീനാക്കും, നാം നിങ്ങളെയും മറന്നു കളഞ്ഞിരിക്കുന്നു. വദൂഖു അദാബൽ ഖുൽദി ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ശാശ്വതമായ നിലക്കാത്ത ശിക്ഷയെ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക. അള്ളാഹുവെ മറന്നവരെ അള്ളാഹു മറന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ ഒന്നിലേറെ സ്ഥലങ്ങളിൽ വളരെ കൃത്യമായി പറയുന്നത്. സൂറത്ത് തൗബയിലെ 67-ാമത്തെ ആയത്തിൽ നസുല്ലാ ഫനസിയഹും, അള്ളാഹുവെ അവർ മറന്നു, അതിനാൽ അള്ളാഹു അവരെയും മറന്നു എന്നും ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവെ മറന്നവർക്ക് നൽകുന്ന ഭീകരമായ ശിക്ഷയെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലംഗാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, ആരെങ്കിലും എൻ്റെ ഉത്ബോധനത്തെ വിട്ട് പിന്തിരിഞ്ഞാൽ നിശ്ചയമായും അവന് നാം കുടുസായ ഇടുങ്ങിയ ഒരു ജീവിതമാണ് കൊടുക്കുക. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, അന്ത്യനാളിൽ അന്ധനായി കണ്ണ് കാണാത്തവനായി അവനെ പുനരുജ്ജീവിപ്പിക്കും. അപ്പോൾ അവൻ അള്ളാഹുവോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ, റബ്ബേ നീ എന്താണ് എന്നെ അന്ധനാക്കി ഇവിടെ ജീവിപ്പിച്ചത്? വഖദ് കുൻതു ബസീറ, ഞാൻ ഭൂമിയിൽ കാഴ്ചയുള്ളവനായിരുന്നല്ലോ എന്ന്. അതിന് അള്ളാഹു നൽകുന്ന മറുപടി സൂറത്ത് ത്വാഹയിലെ 126-ാമത്തെ സൂക്തത്തിൽ ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ, നിന്റെ അടുക്കൽ നമ്മുടെ ആയത്തുകൾ വന്നെത്തിയിരുന്നു, അതിനെ നീ മറന്നു. കദാലിക്കൽ യൗമ തുൻസ, അതുപോലെ നിന്നെയും മറന്നു കളയുന്നു എന്നാണ്. അള്ളാഹുവെ മറന്നവരെ ഓർക്കേണ്ട ബാധ്യത അള്ളാഹുവിനില്ല. അള്ളാഹുവെ ഓർക്കാൻ പ്രപഞ്ചത്തിൽ എത്രയോ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു നിശ്ചയിച്ചു. പ്രവാചകന്മാരിലൂടെ നിയമനിർദ്ദേശങ്ങൾ നൽകി, ഗ്രന്ഥം നൽകി. പ്രപഞ്ചത്തിലെ കാണപ്പെടുന്ന ദൃഷ്ടാന്തങ്ങളെയും പ്രവാചകന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങളെയും ഗ്രന്ഥങ്ങളെയും എല്ലാം മറന്ന, അതുവഴി അള്ളാഹുവെ മറന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ ഇതാണ്. വല അദാബുൽ ആഖിറത്തി അശദ്ദു വ അബ്ഖാ, പരലോകത്തെ ശിക്ഷ അതികഠിനവും എപ്പോഴും ബാക്കിയാകുന്ന വിട്ടുമാറാത്തതുമാണ് എന്ന് സൂറത്തു ത്വാഹ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അന്ന് ആരും ശുപാർശക്കെത്തില്ല, ആരും സഹായത്തിനെത്തില്ല, ആരും രക്ഷപ്പെടത്തില്ല. വമാലഹും മിൻ നാസിരീൻ, 7 തവണ വിശുദ്ധ ഖുർആനിൽ ഈ പ്രയോഗമുണ്ട്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും അവരെ സഹായിക്കാൻ ആരുമില്ല എന്ന്. മിൻ നസീർ, ഒരു സഹായമില്ല എന്ന് 2 തവണയും അള്ളാഹു പ്രയോഗിച്ചിട്ടുണ്ട്. ഒരു തരം സഹായവും അവിടെ ലഭിക്കുകയില്ല. അള്ളാഹുവെ മറന്നു കളഞ്ഞവർക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം വിലക്കും, അവരെ നരകത്തിലിടും. അവർക്ക് യാതൊരു സഹായവും ലഭിക്കുകയില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യം നഷ്ടപ്പെട്ടവരായി, ഒരു സഹായം ലഭിക്കാത്തവരായി നരകത്തിൽ അവരെറിയപ്പെടാൻ കാരണം അള്ളാഹുവെ എത്രയോ ഓർക്കാൻ അവസരങ്ങളും സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഭൂമിയിൽ ലഭിച്ചിട്ടും എല്ലാം മറന്നു കളഞ്ഞതാണ്. മറക്കുക മാത്രമല്ല, അള്ളാഹുവെ കൂടാതെ അവർ വേറെ ഇലാഹുകളെ സ്വീകരിച്ചു. ആ ഇലാഹുകൾ അവരുടെ രക്ഷക്കെത്തുമെന്ന് അവർ കരുതി. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. അള്ളാഹുവെ മറന്ന് മറ്റുള്ളവരുടെ പിറകെ കൂടിയവരെ മറ്റുള്ളവരും രക്ഷിച്ചില്ല. ഈ ഒരു ദിനി റഹ്മാനു ബിലുരില്ല തുഗ്നി അന്നി ഷഫാത്തു ഷെയം വല യുൻഖിദൂൻ, ഒരിക്കലും അവരുടെ ശുപാർശ ഉപകാരപ്പെട്ടില്ല. ആരെയൊക്കെ ഇലാഹായി സ്വീകരിച്ചോ അവരാരും രക്ഷക്കെത്തിയുമില്ല. അതിദയനീയമായ ശിക്ഷയിലേക്ക് ഇവർ എടുത്തെറിയപ്പെട്ടു. ആ എടുത്തെറിയപ്പെട്ടതിനെക്കുറിച്ചാണ് 35-ാമത്തെ സൂക്തത്തിൽ പറയുന്നത്. ദാലിക ബി അന്നക്കും മുത്തഖത്തും ആയാത്തില്ലാഹി ഹുസുവാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഏതായത്ത് കിട്ടിയാലും ആ ദൃഷ്ടാന്തങ്ങളിലൂടെ പടച്ചവനിലേക്ക് അടുക്കേണ്ടതിന് പകരം, അവൻ്റെ തൃപ്തി നേടേണ്ടതിന് പകരം, അവനെ ഓർക്കേണ്ടതിന് പകരം പരിഹസിക്കുകയായിരുന്നു. വഗറത്കുമുൽ ഹയാത്തു ദുനിയ, അതിന് കാരണമോ ദുനിയാവിൽ നിങ്ങൾ മതിമറന്നു. അള്ളാഹു, പരലോകം, അന്ത്യനാൾ, ഇതൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ലായിരുന്നു. ഫല്യോമലാ യുഖ്റജൂന മിൻഹ, ഇന്ന് നിങ്ങൾ നരകത്തിൽ കത്തിയെരിയുക, അതിൽ നിന്നും ഒരിക്കലും പുറത്തു വരികയില്ല. വലാഹും യുസ്തഅതബൂൻ, അവർക്ക് അവരുടെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ച് വീണ്ടും ഒരവസരം നൽകി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് തൃപ്തി വാങ്ങാൻ, പശ്ചാത്തപിച്ച് മടങ്ങാൻ അവരോട് പറയുകയുമില്ല. ദുനിയാവിനെ വലുതായി കണ്ടവർ, ദുനിയാവിലപ്പുറം നോക്കാത്തവർ, ദുനിയാവിലെ സുഖത്തെ സൗകര്യത്തെ മാത്രം തിരഞ്ഞവർ, എപ്പോഴും തീരാവുന്ന ജീവിതം ആസ്വദിക്കാൻ വേണ്ടി തീരാത്ത ലോകത്തെ നഷ്ടപ്പെടുത്തിയവർ, ഇങ്ങനെ ദുനിയാവിൻ്റെ വഞ്ചനയിൽപ്പെട്ട് സ്വന്തത്തെ ഇല്ലാതാക്കിയ ഈ കൂട്ടരെക്കുറിച്ച് ഖുർആൻ പലയിടത്തും കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. സൂറത്തുൽ അൻആമിലെ 130-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഗറത്തുഹുമുൽ ഹയാത്തു ദുനിയ, അവരെ അവരുടെ ദുനിയാവിലെ ജീവിതം വഞ്ചിച്ചു കളഞ്ഞു എന്നാണ്. സൂറത്തു നഹ്ലിലെ 84-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയുന്നുണ്ട് വയൗമ നബഅസു മിൻ കുല്ലി ഉമ്മത്തിൻ ഷഹീദ
സുമ്മലായുദൻ ലില്ലദീന കഫറു വലാഹും യുസ്തഅതബൂൻ. എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം നിങ്ങൾ ഓർക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടില്ല. അവരോട് ഖേദിച്ച് മടങ്ങി തൃപ്തിപ്പെടാൻ ആവശ്യപ്പെടുകയുമില്ല. ഈ സൂറത്തിൽ പറഞ്ഞ വലാഹും യുസ്തഅതബൂൻ അതേ പ്രയോഗമാണ് ഖുർആൻ അവിടെയും നടത്തിയിരിക്കുന്നത്. സൂറത്തു റൂമിലെ 57-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഫയൗമഇദിൻ ലാ യൻഫഉല്ലദീന ളലമൂ മഅ്ദിറത്തുഹും വലാഹും യുസ്തഅതബൂൻ. അന്നാളിൽ അക്രമം പ്രവർത്തിച്ചവർക്ക് അവരുടെ ഒഴികഴിവ് മഅ്ദിറത്ത് ഉപകാരം ചെയ്യുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല. അഥവാ അങ്ങനെ ഒരു അവസരം അവർക്ക് നൽകപ്പെടില്ല എന്നർത്ഥം. ജീവിതം ഒറ്റത്തവണയുള്ളൂ, അതിന് റീടേക്കില്ല. അതിൽ കൃത്യമായി അള്ളാഹുവിനെ മനസ്സിലാക്കി ജീവിച്ചാൽ പിന്നീട് ഇങ്ങനെ ഖേദിക്കേണ്ട കരയേണ്ട അവസ്ഥ വരികയില്ല. അത് വരാതിരിക്കാൻ കൃത്യമായും അള്ളാഹുവെ ഓർക്കുക. അള്ളാഹുവെ ഓർത്താൽ തിരിച്ചോർക്കും. അവൻ കരുണ കാണിക്കും, അവൻ സ്വർഗം നൽകും. ഓർത്തില്ലെങ്കിൽ അവൻ നമ്മെ ഓർക്കില്ല, മറക്കും, നമുക്ക് നരകമാണ് നൽകുക. ഒരിക്കലും ഒരു സഹായിയുമില്ലാതെ വളരെ ദയനീയമായി അള്ളാഹുവിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഓർക്കുന്ന, ജീവിതത്തിൽ അവൻ്റെ നിയമങ്ങൾ പാലിക്കുന്ന വിശുദ്ധ ഖുർആൻ്റെ അനുയായികളായി യഥാർത്ഥ വിശ്വാസികളായി മാറാൻ നമ്മയെല്ലാം സഹായിക്കുമാറാവട്ടെ.